NDA കഴിഞ്ഞ തവണത്തേതുപോലെ വൻ വിജയം നേടുമെന്ന് ഒരു വിഭാഗം നിരീക്ഷകരും അതല്ല ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുമെന്ന് മറ്റൊരു വിഭാഗവും പ്രവചിക്കുമ്പോൾ ആർക്കും ഭൂരിപക്ഷം കിട്ടാത്ത അവസ്ഥയാണ് വരാൻ പോകുന്നത് എന്നാണ് പ്രമുഖ മാധ്യമപ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനും ആകാശവാണി മുൻ അസിസ്റ്റന്റ് ഡയറക്ടറുമായ ഡി പ്രദീപ് കുമാറിന്റെ നിരീക്ഷണം. NDAക്ക് കേന്ദ്രത്തിൽ ഭൂരിപക്ഷം നഷ്ടപ്പെടും. കിട്ടാവുന്ന പരമാവധി സീറ്റ് 265 ആകും. ഇന്ത്യ മുന്നണി കഴിഞ്ഞ തവണത്തേതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ, അതായത് 230 സീറ്റുകൾ വരെ നേടുമെങ്കിലും അവർക്കും ഭരിക്കാനാവശ്യമായ ഭൂരിപക്ഷം കിട്ടാത്തതോടെ BJD, YSR കോൺഗ്രസ്, BSP തുടങ്ങിയ കക്ഷികളുടെ നിലപാടുകൾ നിർണായകമായേക്കും. NDAക്ക് പരമാവധി കിട്ടുക 265 സീറ്റുകളാണ്. കഴിഞ്ഞ തവണ കിട്ടിയ 353 നിന്ന് അവർക്ക് വൻ തകർച്ച ഉണ്ടായേക്കും. ഉത്തർപ്രദേശ്, ബീഹാർ, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, ഹരിയാന, കർണാടക, തെലുങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ അവർക്ക് സീറ്റുകൾ നഷ്ടപ്പെടും. എന്നാൽ ആന്ധ്ര, ഒഡീഷ, പശ്ചിമ ബംഗാൾ സംസ്ഥാനങ്ങളിൽ സീറ്റുകൾ കൂടിയേക്കും. ഇന്ത്യ മുന്നണിയുടെ സീറ്റുകൾ 91 നിന്ന് 230 വർദ്ധിക്കും. അവർ മുന്നേറ്റം ഉണ്ടാക്കാനിടയുള്ള സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശ്, ബീഹാർ, രാജസ്ഥാൻ, ഹരിയാന, ഡൽഹി, പഞ്ചാബ്, കർണാടക, തെലുങ്കാന, മഹാരാഷ്ട്ര എന്നിവിടങ്ങളാണ്. രണ്ടു മുന്നണികൾക്കും ഭൂരിപക്ഷം കിട്ടാൻ ഇടയില്ലാത്തതിനാൽ YSR കോൺഗ്രസ്, BJD, BRS, BSP തുടങ്ങിയ കക്ഷികൾക്ക് ലഭിക്കുന്ന സീറ്റുകളും അവരുടെ നിലപാടുകളുമായിരിക്കും നിർണായകമാകുമെന്ന് പ്രദീപ് കുമാർ പറയുന്നു. 2019 BJPക്കും NDAക്കും കിട്ടിയത് പരമാവധി സീറ്റുകളാണ്. കടുത്ത തൊഴിലില്ലായ്മ, വിലക്കയറ്റം, കർഷക സമരം തുടങ്ങിയവയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങൾ. രാമക്ഷേത്ര നിർമ്മാണത്തോടെ ഹിന്ദുക്കളെ ബാധിച്ച ആ വൈകാരിക വിഷയത്തിന്റെ പ്രസക്തി നഷ്ടമായി. 400-ൽ അധികം സീറ്റുകൾ എന്ന മുദ്രാവാക്യവുമായി തെരഞ്ഞെടുപ്പിനെ നേരിട്ട മോദിക്കും BJPക്കും ഇന്ത്യ മുന്നണിയുടെ രൂപീകരണം വലിയ അടിയായി. 1-2 ഘടകങ്ങൾക്ക് ശേഷം തീവ്ര ഹിന്ദുത്വ അജണ്ടയിലൂന്നി മോദി നടത്തിയ പ്രചാരണം പക്ഷേ ആത്യന്തികമായി അവർക്ക് പിന്നാക്ക ദളിത് വോട്ടുകളിൽ ഒരു വിഭാഗത്തെ നഷ്ടപ്പെടുത്തി. മുസ്ലിങ്ങളുടെ സംവരണം നിർത്തലാക്കുമെന്ന പ്രഖ്യാപനം, പൗരത്വ പ്രശ്നം തുടങ്ങിയവ മുസ്ലിങ്ങളെ മാത്രമല്ല സംവരണാനുകൂല്യങ്ങൾ ലഭിക്കുന്ന മറ്റു പിന്നാക്ക ജനവിഭാഗങ്ങളെയും ഇന്ത്യ മുന്നണിയുടെ പിന്നിൽ അണിനിരത്തി. കെജ്രിവാളിന്റെ അറസ്റ്റും അദ്ദേഹത്തിന് കിട്ടിയ ഇടക്കാല ജാമ്യവും ഡൽഹിക്ക് അപ്പുറവും ഹിന്ദി മേഖലയിലെ നിഷ്പക്ഷ വോട്ടുകളിൽ നല്ലൊരു ശതമാനവും BJPക്ക് നഷ്ടപ്പെടാൻ ഇടയാക്കിയിട്ടുണ്ട്. മോദിയിലേക്ക് മാത്രം കേന്ദ്രീകരിച്ചുള്ള പ്രചാരവും ആകർഷകമായ പുതിയ വാഗ്ദാനങ്ങളുടെ അഭാവവും BJPക്കും NDAക്കും രാഷ്ട്രീയമായി മെച്ചം ചെയ്തില്ല. ഇതെല്ലാം BJPയുടെ പരാജയത്തിലേക്ക് നയിച്ചേക്കാം. ഏതായാലും മോദിക്ക് തന്നെ 3-ാം ഊഴം കിട്ടും. പക്ഷേ അത് മറ്റു കക്ഷികളുടെ കാരുണ്യത്തിലായിരിക്കുമെന്ന് മാത്രം. ഏറ്റവും വലിയ കക്ഷികളുടെ നേതാവിനെയാകും മന്ത്രിസഭ രൂപീകരിക്കാൻ ക്ഷണിക്കുക. അതിനാൽ മുൻകാലങ്ങളിൽ പിന്തുണ നൽകിയ BJD, YSR കോൺഗ്രസ്, രണ്ടു മുന്നണികളെയും പെടാത്ത ചെറുകക്ഷികൾ തുടങ്ങിയവയുടെ സഹായം തേടി മന്ത്രിസഭ ഉണ്ടാക്കാൻ കഴിയുമെന്ന് പ്രദീപ് കുമാർ നിരീക്ഷിക്കുന്നു. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ മിറർ.